ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ക്വാണ്ടം ഡൈനാമിക്സ്. ക്വാണ്ടം ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പൊതുവിൽ മെക്കാനിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മെക്കാനിക്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പറയാറുണ്ട്. ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്: നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് അറിയാമെങ്കിൽ ആഫ്റ്റർ എ ടൈം ടി ആ സിസ്റ്റത്തിന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണ് എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ എടുക്കുമ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് നമ്മൾ എഴുതാറുണ്ട്. അതായത് എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സോ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണെന്ന് പറയാം. അതല്ലെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഡൈനമിക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പൊസിഷനാണ്. അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ പൊസിഷന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതേ രീതിയിൽ നമ്മൾ മെക്കാനിക്സ് എടുക്കുന്ന സമയത്ത് മെക്കാനിക്സിൽ നമ്മൾ എപ്പോഴും എന്ത് ഡിഫൈൻ ചെയ്യും? നമ്മൾ ഇത്തരത്തിലുള്ള ഡൈനാമിക്കൽ വേരിയബിൾസിൻ്റെ ടേംസിൽ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഡിസ്ക്രൈബ് ചെയ്യും. ആൻഡ് ബൈ സോൾവിങ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി ക്യാൻ സ്റ്റഡി ദ ടൈം എവല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് ടൈം ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈം ഇവോൾവ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണ് എന്ന് നമുക്ക് ആ രീതിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റും ബൈ സോൾവിങ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലും അതേപോലെ തന്നെയാണ്. വി ഹാവ് സം ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. On solving these differential equations we will be able to find out what happens to the system as the time is evolving. അതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ അറിയാം. അപ്പോൾ ഒരു ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ പൊസിഷന് എന്ത് ചേഞ്ച് സംഭവിക്കുന്നു നമുക്കറിയാം. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ പറയാറുണ്ട്. എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ആവറേജ് വാല്യൂ ഓഫ് ആൻ ഒബ്സർവബിൾ ആണ്. അതായത് ഞാനിപ്പോൾ പൊസിഷൻ, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ, അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടോട്ടൽ എനർജി, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി, ഇങ്ങനെ പല കാര്യങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് പറയാറുണ്ട്. അതായത് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ ആവറേജ് പൊസിഷൻ നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ T0 എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നു ബൈ ഫൈൻഡിങ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദ പൊസിഷൻ ഓഫ് ദ സിസ്റ്റം. ഇനി ആഫ്റ്റർ എ ടൈം ടി, ഒരു ടി സമയത്തിന് ശേഷം വീണ്ടും നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്നു. ഇറ്റ് മേ നോട്ട് ബി ദ സെയിം ബിക്കോസ് ആസ് ദ ടൈം ഇവോൾവ്സ് ദ സിസ്റ്റം വിൽ ഇവോൾവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കിപ്പോൾ പൊസിഷനാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ കാണുന്നു. ഒരു സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റമാണ് കാണേണ്ടതെങ്കിൽ നമ്മളവിടെ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം കാണുന്നു. ഈ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്യും എന്നുള്ളതിൻ്റെ സ്റ്റഡിയാണ് നമ്മളിവിടെ ജനറലി ക്വാണ്ടം ഡൈനാമിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റഡി നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മളിവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഷ്രോഡിഞ്ചർ പിക്ചർ, അതുപോലെ തന്നെ ഹെയ്സൻബർഗ് പിക്ചർ, അതുപോലെ തന്നെ ഇൻ്ററാക്ഷൻ പിക്ചറാണ്. എങ്ങനെ ഒരു സിസ്റ്റം ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് സിസ്റ്റം എങ്ങനെ ഇവോൾവ് ചെയ്യുമെന്നുള്ളത് using Schrodinger picture, using Heisenberg picture and using interaction picture we are discussing. Okay, so generally we can write the equations of motion are differential equations. The equations of motion are differential equations in dynamic variables such as position coordinates and velocity. ഓക്കെ, അപ്പോൾ ഇതായത് ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും.
in terms of the dynamic variable such as position coordinate and velocity. For example, Newton's equation കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതുമ്പോൾ അവിടുത്തെ ഡൈനമിക് വേരിയബിൾ എന്ന് പറയുന്നത് പൊസിഷനാണ്. പൊസിഷൻ്റെ ടേംസിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ the assumption that the state of a system at any time t is completely determined by the state of the system is completely determined by the state of the system at an initial time t0 is referred to as the dynamical postulate. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ടി എന്ന് പറയുന്ന സമയത്തുള്ള ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ടൈം t0 സ്റ്റേറ്റ് അറിയാമെങ്കിൽ നമുക്ക് ടി എന്ന് പറയുന്ന ടൈമിലെ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ള ആ പോസ്റ്റ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈനാമിക്കൽ പോസ്റ്റ്ലേറ്റ്. എന്ന് വെച്ചാൽ ഇനീഷ്യൽ ടൈമിലുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് എ ലേറ്റർ ടൈം ടി. നൗ in quantum mechanics the state of a physical system is represented by a vector defined in the Hilbert space. ഓക്കെ, നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു സ്റ്റേറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ടാണ്. നൗ the equations of motion for a system could be differential equation for the state vector. Okay, the observable quantities are the expectation values of a set of Hermitian operators corresponding to the dynamical variables. അതായത് നമ്മൾ പറഞ്ഞത് ഇതാണ്, ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹിൽബർട്ട് സ്പേസിലുള്ള ഒരു സ്റ്റേറ്റ് വെക്ടർ ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ദി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ എ സിസ്റ്റം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് വെക്ടറിൻ്റെ ടേംസിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരിക്കും ക്വാണ്ടം മെക്കാനിക്സിൽ എന്തായിട്ട് വരിക? ഇക്വേഷൻസ് ഓഫ് മോഷനായിട്ട് വരിക. ഓക്കെ, നൗ the observable quantities are the expectation values of a set of Hermitian operators corresponding to the dynamical variable. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഡൈനാമിക്കൽ വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഹെർമീഷ്യൻ ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. കാരണം ഹെർമീഷ്യൻ ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസ് റിയൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യൂഷ്വലി നമ്മൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഒബ്സർവബിൾ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഹെർമീഷ്യൻ ഓപ്പറേറ്ററുകളുടെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് മെഷർ ചെയ്യുന്നത് വഴിയാണ് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഈ പറഞ്ഞ ഒബ്സർവബിൾസ്, പൊസിഷൻ അല്ലെങ്കിൽ മൊമെൻറ്റം, എനർജി തുടങ്ങിയ ഒബ്സർവബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഓക്കെ, നൗ ദാസ് the equations of motion in quantum mechanics
Thus the equations of motion in quantum mechanics should be concerned with the evolution in time, of these expectation values. അതായത് ഇപ്പം എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ ക്വാണ്ടം മെക്കാനിക്സ് മീൻസ് എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി എവല്യൂഷൻ ഇൻ ടൈം ഓഫ് ദീസ് എക്സ്പെക്റ്റേഷൻ വാല്യൂ. അതായത് ഞാൻ ഇനീഷ്യൽ ടൈമിൽ പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്നു, ഒരു ടി ടൈമിന് ശേഷം വീണ്ടും പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്നു, ആഫ്റ്റർ സം ടൈം വീണ്ടും നമ്മളിതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്നു. അപ്പോൾ ടൈം ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ എന്ത് ചേഞ്ച് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് എന്താണ് ഡിറൈവബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. So the variation of expectation values for a variable a എന്ന് പറയുന്ന ഒരു വേരിയബിൾ, നമ്മളത് പൊസിഷൻ ആവാം, മൊമെൻറ്റം ആവാം, എനർജി ആവാം, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ദി വേരിയേഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ എ, അതായത് എ എന്ന് പറയുന്ന ഇത് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എ ആണ്. ഇതിൽ സംഭവിക്കുന്ന ടൈമിനനുസരിച്ച് സംഭവിക്കുന്ന ചേഞ്ച്. ഓക്കെ, സോ വിത്ത് ടൈം ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ ത്രീ വേയ്സ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിന് ടൈമിനനുസരിച്ച് സംഭവിക്കുന്ന ചേഞ്ച് നമുക്ക് 3 രീതിയിലാണ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റുക. ദ ഫസ്റ്റ് വൺ ഈസ് ഷ്രോഡിഞ്ചർ പിക്ചർ. അപ്പോൾ എന്താണ് ഷ്രോഡിഞ്ചർ പിക്ചറിൽ ഉപയോഗിക്കുന്നത്? അപ്പോൾ നമുക്ക് ബേസിക്കലി നമ്മളിവിടെ എല്ലാം സ്റ്റഡി ചെയ്യുന്നത് എന്താണ്? നമുക്കൊരു ഇക്വേഷൻ ഓഫ് മോഷൻ വേണം. ആ ഇക്വേഷൻ ഓഫ് മോഷനിൽ നമുക്ക് എന്ത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പറ്റണം? ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ച് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഷ്രോഡിഞ്ചർ പിക്ചർ ആണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷ്രോഡിഞ്ചർ പിക്ചറിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ the state vector psi, നമ്മൾ സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റ് വെക്ടർ, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് വെക്ടറിനെ നമ്മൾ psi എന്ന് ഡിഫൈൻ ചെയ്യുന്നു. where psi is an element of the Hilbert space or the linear vector space. So the state vector psi changes with the time, but operator A remains unchanged. അതായത് ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത്, ഷ്രോഡിഞ്ചർ പിക്ചർ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ടൈമിനനുസരിച്ച് സൈ ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് വെക്ടർ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു. അതേസമയം ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, എ റിമെയിൻസ് അൺചേഞ്ച്ഡ്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ടൈം ഇൻഡിപെൻഡൻ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേറ്റർ ടൈം ഇൻഡിപെൻഡൻ്റ് ആക്കി നിർത്തിക്കൊണ്ട് സ്റ്റേറ്റ് വെക്ടർ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്ന് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഫോർമാലിസമാണ് ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് പറയുന്നത്. നമുക്ക് ബേസിക്കലി സ്റ്റഡി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ടൈമിനനുസരിച്ച് സിസ്റ്റത്തിന് സംഭവിക്കുന്ന ചേഞ്ചാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്. ആ ചേഞ്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റേറ്റ് വെക്ടർ സൈ ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് വൈൽ ദ ഓപ്പറേറ്റർ ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ്. അതിനെയാണ് ഷ്രോഡിഞ്ചർ പിക്ചർ എന്ന് വിളിക്കുക. അതേസമയം രണ്ടാമത്തെ ഫോർമാലിസം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഹെയ്സൻബർഗ് പിക്ചറാണ്. ഓക്കെ, ഹെയ്സൻബർഗ് പിക്ചറിൻ്റെ പ്രത്യേകത ഇതിൻ്റെ നേരെ തിരിഞ്ഞിട്ടാണ്. അതായത് ദ സ്റ്റേറ്റ് വെക്ടർ സൈ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വെക്ടർ സൈ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. ബട്ട് ഓപ്പറേറ്റർ എ എങ്ങനെയായിരിക്കും? ചേഞ്ചസ് വിത്ത് ടൈം ഓർ ടൈം ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അപ്പം ഓപ്പറേറ്റർ ടൈം ഡിപ്പെൻഡൻറ്റും സൈ ടൈം ഇൻഡിപെൻഡൻറ്റും ആക്കി എടുത്തുകൊണ്ടുള്ള ഫോർമാലിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെയ്സൻബർഗ് പിക്ചർ എന്ന് പറയുന്നത്. നൗ മൂന്നാമത്തത് ദാറ്റ് ഈസ് ഇൻ്ററാക്ഷൻ പിക്ചർ. ഓക്കെ, ഇൻ്ററാക്ഷൻ പിക്ചർ, ഇല്ലെങ്കിൽ നമുക്കിതിനെ ഡിറാക് പിക്ചർ എന്നും വിളിക്കാം. അപ്പോൾ ഇൻ്ററാക്ഷൻ പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഹിയർ ബോത്ത് സ്റ്റേറ്റ് വെക്ടർ സൈ ആൻഡ് ഓപ്പറേറ്റർ എ ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, അതായത് സ്റ്റേറ്റ് വെക്ടറും
അതേപോലെ ഓപ്പറേറ്ററും ടൈം ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫോർമാലിസമാണ് ഈ ഇൻ്ററാക്ഷൻ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഷ്രോഡിഞ്ചർ പിക്ചർ ഉപയോഗിച്ചും അതേപോലെ ഹെയ്സൻബർഗ് പിക്ചർ ഉപയോഗിച്ചും അതേപോലെ ഇൻ്ററാക്ഷൻ പിക്ചർ ഉപയോഗിച്ചും എങ്ങനെയാണ് ഒരു സിസ്റ്റം ടൈമിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുക, അതാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ പഠിക്കുന്നത്. അതേപോലെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന പ്രോബ്ലം ഈ പറയുന്ന ഷ്രോഡിഞ്ചർ പിക്ചറിലും അതേപോലെ ഹെയ്സൻബർഗ് പിക്ചർ ഉപയോഗിച്ചും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഹൗ വി ആർ സോൾവിങ് ദിസ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ഇൻ ഷ്രോഡിഞ്ചർ പിക്ചർ ആൻഡ് ഹെയ്സൻബർഗ് പിക്ചർ. അതേപോലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോസ്റ്റുലേറ്റ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ ബി ഡിസ്കസിങ് ദ ഷ്രോഡിഞ്ചർ പിക്ചർ. താങ്ക് യു.